എടി നിന്റെ ഈ ഡയറ്റിനകത്ത് സാലഡ് മാത്രമേ ഉള്ളൂ, കേരള സ്റ്റൈൽ ഫുഡൊന്നും ഇല്ല. അപ്പൊ സാലഡ് മടുത്തോ? എന്നാ പിന്നെ ഇന്ന് കപ്പയും ബീഫും ആയാലോ? ഇന്നാ പിടിച്ചോ, കപ്പയും ബീഫും ചമ്മന്തി സാലഡും, 550 കാലറിയും 46 ഗ്രാം പ്രോട്ടീനും. ഇതായാലോ? ആശാൻ ഇപ്പൊ ചോദിച്ച ഈ ചോദ്യം എന്നോട് ഒരുപാട് പേര് ചോദിച്ചു. ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ സാലഡ് മാത്രമേ ഉള്ളൂ, അപ്പൊ നമ്മുടെ നാടൻ ഫുഡൊക്കെയോ? ഒരു ഫുഡും അൺഹെൽത്തി അല്ല, പക്ഷെ ഫുഡ് ഹാബിറ്റ്സ് ക്യാൻ ബി അൺഹെൽത്തി. നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ്, കുക്ക് ചെയ്യുന്ന രീതികൾ, കോമ്പിനേഷൻസ്, കഴിക്കുന്ന അളവ്, ഇതൊക്കെയല്ലേ ഒരു ഫുഡിനെ അൺഹെൽത്തി ആക്കുന്നത്. അപ്പോൾ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് നാടൻ വിഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു ഹൈ പ്രോട്ടീൻ മീൽ സെറ്റ് ചെയ്താലോ? ബീഫ് റോസ്റ്റിന് വേണ്ടി ഒട്ടും നെയ്യില്ലാത്ത ലീൻ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഓയിലും വളരെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. എന്ന് കരുതി ടേസ്റ്റിന് യാതൊരു കുറവുമില്ല കേട്ടോ. റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയാണ് ശരിക്കുള്ള ടാസ്ക്. ആദ്യമേ ഒരു ചെറിയ ബൗളെടുത്ത് 2 പീസ് കപ്പ, കുറച്ച് ബീഫ് റോസ്റ്റ്, കുറേ സാലഡ്, ഉള്ളി മുളകും ചതച്ച തൈര് ചമ്മന്തി, ഒരു 2 സ്പൂണ്. കഴിക്കുന്നതിന് കണക്ക് പറയരുതെന്നാണ്, പക്ഷെ ഡയറ്റ് ആണെങ്കിൽ കണക്ക് നോക്കാതെ പറ്റില്ല. ഡയറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയാണ്. കപ്പയും ബീഫും ചമ്മന്തി ഈ വണ്ടിയിലെല്ലാം കയറിയിട്ടില്ലേ? ഉണ്ട്. ഓക്കെ. കേരള ഫുഡ് പിന്നെ പ്രത്യേകിച്ച് റിവ്യൂ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും ബീഫ് കറി പൊളിച്ചു. താങ്ക് യു സോ മച്ച്. No worries.